ഒമാനെ ബോംബിട്ട് തകർക്കും. ഹോർമൂസിൽ അമേരിക്കൻ താല്പര്യങ്ങൾക്ക് എതിരെ നിൽക്കുന്നത് ഒമാനാണ്. ഇതാണ് ട്രംപിന്റെ പുതിയ വാദം. അതായത് ഇതിന്റെ പശ്ചാത്തലം എന്ന് പറയുന്നത് ഇറാനും ഒമാനും തമ്മിൽ ഹോർമൂസിലൂടെ പോകുന്ന കപ്പലിന്റെ കാര്യത്തിലും ഹോർമൂസിന്റെ നിയന്ത്രണത്തിന്റെ കാര്യത്തിലും ഒരു ചർച്ച നടക്കുന്നുണ്ട്. ആ ചർച്ച അങ്ങനെ നടക്കുന്നുണ്ട് എന്നുള്ളത് ഒമാനും സമ്മതിച്ചിട്ടുണ്ട്, അതേപോലെ തന്നെ ഇറാനും സമ്മതിച്ചിട്ടുണ്ട്. അത് അതിൻ്റെ ഒരു അന്തിമഘട്ടത്തിലേക്ക് ഏകദേശം അടുക്കുന്നു എന്നുള്ളതാണ് കാണേണ്ടത്. അപ്പൊ ഹോർമൂസ് തുറക്കുന്നതും ഹോർമൂസിന്റെ നിയന്ത്രണവും അമേരിക്കൻ ഇടപെടലുകളില്ലാതെ, അമേരിക്കയുടെ ഒരു തേങ്ങയും ചോദിക്കാതെ ഇറാനും ഒമാനും കൂടെ തീരുമാനിച്ച് അതിലൂടെ കൊമേഴ്ഷ്യൽ കപ്പലുകളെ കടത്തിവിടുന്നു എന്ന സാഹചര്യം അമേരിക്കക്ക് ഒരു കാരണവശാലും അംഗീകരിക്കാൻ പറ്റാത്തതായിരിക്കും. ട്രംപ് ഒരു കാരണവശാലും അംഗീകരിക്കത്തൂല. ഇറാൻ സമ്പൂർണമായിട്ട് കീഴടങ്ങുക, ഇറാൻ ഹോർമൂസ് വിട്ടുകൊടുക്കുക, ഹോർമൂസിൽ ഇടങ്ങാറ് ഇനി ഇറാൻ ഉണ്ടാക്കാതിരിക്കുക എന്നുള്ളതൊക്കെയാണ് ട്രംപിന്റെ സ്വപ്നം. നടക്കാൻ ഒരു സാധ്യതയില്ലാത്ത സ്വപ്നം. അപ്പൊ അങ്ങനെ ലോകത്തിലെ ഏറ്റവും വലിയ മിലിറ്ററി പവർ ഇല്ലാതെ, അവരുടെ ഇന്റർവെൻഷൻ ഇല്ലാണ്ട് ഒരു കോൺഫ്ലിക്റ്റ് ഏരിയ രണ്ട് രാജ്യങ്ങൾ തമ്മിൽ ചർച്ച ചെയ്ത് തീരുമാനിക്കുന്നു, അതിലൂടെ ലോകത്തിന്റെ 20% എണ്ണ ഒഴുകുന്നു എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അമേരിക്ക എന്ന് പറയുന്ന ലോക പോലീസിന് തൊപ്പിയില്ലാതെ മീശം പിടിച്ച് വീട്ടിലിരിക്കാം എന്നുള്ളതാണ് അവസ്ഥ. ഇതുകൊണ്ടാണ് ട്രംപ് പറയുന്നത് ഒമാനെ ബോംബിട്ട് തകർക്കും. യഥാർത്ഥത്തില് ഒമാനും ഈ അമേരിക്കയും ട്രംപും തമ്മിൽ എന്തെങ്കിലും പ്രശ്നമുണ്ടോ? ഒരു പ്രശ്നവുമില്ല. ഇറാനുമായിട്ടുള്ള ചർച്ചയുടെ മേജർ ആയിട്ടുള്ള മീഡിയേറ്റർ ആയിട്ട് ഉണ്ടായിരുന്നത് യഥാർത്ഥത്തിൽ ഒമാനാ. അതായത് യുദ്ധം തുടങ്ങുന്നതിന് മുന്നേയും ന്യൂക്ലിയർ വെപ്പന്റെ കാര്യത്തിൽ, അതായത് ഇറാന്റെ ന്യൂക്ലിയർ ഫെസിലിറ്റിയുടെ കാര്യത്തിൽ യഥാർത്ഥത്തിൽ ചർച്ചയുണ്ടായിരുന്നത്, ആ ചർച്ചയ്ക്ക് നേതൃത്വം വഹിച്ചതും മീഡിയേറ്റർ ആയിട്ട് നിന്നതും അന്ന് ഒമാനാണ്. ഇന്നും പല ചർച്ചകൾക്ക് വേണ്ടിയിട്ട് മീഡിയേറ്റർ ആയിട്ട് വരുന്നത് ഒമാൻ തന്നെയാണ്. അപ്പൊ അവിടെയാണ് ഒമാനോട് പോയി പറയുന്നത് നിങ്ങളുടെ തലയെ കൊണ്ടുപോയി ഞാൻ ബോംബിടും എന്നുള്ളത്. എങ്ങനെയുണ്ട് കാര്യം? അപ്പൊ ഇതാണ് ഡൊണാൾഡ് ട്രംപ്. അമേരിക്ക എന്ന് പറയുന്ന രാജ്യത്തിന്റെ ഇന്റർവെൻഷൻ ഇല്ലാതെ ഇന്റർനാഷണൽ കോൺഫ്ലിക്റ്റുകൾ പരിഹരിക്കുക എന്ന് പറയുന്നത് സാധ്യമല്ലാതിരുന്നൊരു കാലത്ത് നിന്നും അമേരിക്കയുടെ ഒരു ആവശ്യവുമില്ല. അവിടെ ഏതൊക്കെയാണോ പാർട്ടീസ് അവർ ചേർന്ന് അവിടുത്തെ കാര്യങ്ങൾ തീരുമാനിക്കും, അവിടെ കാര്യങ്ങൾ തീരുമാനിച്ച് നടപ്പിലാക്കും എന്നുള്ള അവസ്ഥയിലേക്കാണ് കാര്യങ്ങൾ വരുന്നത്. ഇറാനുമായിട്ട് ചർച്ചകൾ നടക്കുന്നുണ്ട് എന്ന് ട്രംപ് പറയുന്നുണ്ട്, പക്ഷെ ഇറാനുമായിട്ട് യാതൊരു ചർച്ചയും നടക്കുന്നില്ല എന്നുള്ളതാണ് ഇറാൻ പറയുന്നത് എന്നുള്ളതാണ്. മാത്രമല്ല ഇതിലൊരു സൊല്യൂഷൻ കാണണം, പെട്ടെന്ന് തന്നെ ചർച്ചയിലേക്ക് വരണം, അതേപോലെ തന്നെ കരാറിലെത്തണം എന്നുള്ളത് എനിക്ക് ആവശ്യമില്ല, ഞാൻ അത് ആഗ്രഹിക്കുന്നില്ല എന്ന് ട്രംപ് പറയുമെങ്കിലും അതിന്റെ അങ്ങേ അറ്റത്തെ ആവശ്യകത ട്രംപിനുണ്ട് എന്നുള്ളത് പിറ്റേ ദിവസം വരുന്ന ട്രംപിന്റെ പോസ്റ്റ് കണ്ടാൽ മനസ്സിലാവുകയും ചെയ്യും എന്നുള്ളതാണ് അവസ്ഥ. അപ്പോ ഹോർമൂസിന്റെ ഉടമസ്ഥാവകാശത്തെ കുറിച്ചാണോ യഥാർത്ഥത്തിൽ ഇറാനും ഒമാനും തമ്മിലുള്ള ചർച്ച എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അല്ല. ഹോർമൂസിലൂടെ പോകുന്ന കൊമേഴ്ഷ്യൽ കപ്പലുകളെ എങ്ങനെ നിയന്ത്രിക്കണം, അതേപോലെ തന്നെ ആരായിരിക്കണം, ഏത് പാതയിലൂടെ വേണം ഈ കപ്പലുകൾ സഞ്ചരിക്കേണ്ടത് എന്നുള്ള കാര്യത്തിലാണ് ഇപ്പൊ ചർച്ച നടക്കുന്നത് എന്നുള്ളതാണ് പറയുന്നത്. അപ്പോ ന്യൂക്ലിയർ വെപ്പണേക്കാൾ ശക്തിയുള്ള ഒരു വെപ്പൺ കയ്യിലിരിക്കെ അത് വിട്ടുകൊടുത്തിട്ടുള്ള ഒരു സമാധാന ചർച്ചയിലേക്ക് ഒരു കാരണവശാലും ഇറാൻ വരത്തില്ല എന്നുള്ളതും കൂടെ നമ്മൾ മനസ്സിലാക്കണം. അപ്പൊ ആ സാഹചര്യത്തിലാണ് ഒമാന്റെയും കൂടെ ആവശ്യമാണ് ഈ ഹോർമൂസ് തുറക്കുക എന്നുള്ളത്. മാത്രമല്ല മിഡിൽ ഈസ്റ്റിലെ പല രാജ്യങ്ങളുടെയും ആവശ്യം കൂടിയാണ് ഈ ഹോർമൂസ് തുറക്കുക എന്നുള്ളത്. അപ്പൊ അതിന് വേണ്ടിയിട്ട് ട്രംപ് ഈ മിസൈലും പാട്രിയോട്ടും ആരോയും അപ്പാഷ ഹെലികോപ്റ്ററും കൊണ്ടൊന്നും നടന്നിട്ട് ഈ ഹോർമൂസ് തുറന്നു കിട്ടുന്നില്ല എന്നുള്ള ബോധ്യമുള്ള ഒമാൻ ഇതിന് മുന്നേ തന്നെ മിഡിൽ ഈസ്റ്റിലെ ഇറാനുമായി ഏറ്റവും നല്ല ഡിപ്ലോമാറ്റിക് റിലേഷൻഷിപ്പും ടോക്കും ഉണ്ടായിരുന്ന ഒമാൻ അവർ തന്നെ ഇനീഷ്യേറ്റ് ചെയ്ത് ചർച്ചകൾ നടത്തുന്നു, അതിലൂടെ പരിഹാരം ഉണ്ടാക്കുന്നു എന്ന അവസ്ഥയിലേക്ക് കാര്യങ്ങൾ നീങ്ങുന്നു എന്നുള്ളതാണ് കാണണ്ടേ. അപ്പൊ അതിനെങ്ങനെയെങ്കിലും തകിടം മറിക്കുക എന്നുള്ള പ്ലാനിലാണ് അണ്ണനിപ്പുള്ള. അതിന്റെ ഭാഗവാക്കായിട്ട് വേണം ഇപ്പൊ ഈ പറയുന്ന പ്രസ്താവനകളെല്ലാം കാണാനും എന്നുള്ളതാണ് പറയാനുള്ളത്.